ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഒരെണ്ണം മേടിച്ചു. എനിക്ക് പോവാൻ സ്ഥലമില്ല, തള്ളിയിടുവോ? ഇങ്ങോട്ട് കേച്ചിട് കരിയപ്പല. ഞായറാഴ്ച വിശാലം ഇവിടെ. ഹായ് ഗൈസ്, എന്നത്തെയും പോലെ ഇന്നും രാവിലെ തന്നെ നേരം വെളുക്കുകയാണല്ലോ കർത്താവേ. ഈ സൂര്യൻ ഇത്ര പഞ്ചലായതുകൊണ്ടാണ് നമുക്ക് നേരം വെളുക്കുമ്പോ തന്നെ എണീക്കേണ്ടി വരുന്നത്. അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരം വെളുക്കുമ്പോ എണീക്കുന്നത് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കണ്ണ് തുറക്കുമ്പോഴേ വയറ്റിൽ നിന്ന് വിളി വരും, ഫുഡ് ഫുഡ്. രാവിലത്തെ എന്റെ പല്ലിയപ്പ് മുഞ്ഞെഴുവകം കഴിഞ്ഞപ്പോ പൊന്നാങ്കളി ഉറക്കമുണർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ പൊന്നാങ്കളിയുടെ പല്ലിയപ്പ് മുഞ്ഞെഴുവായാലോ? ആളുടെ ഉറക്കം അങ്ങോട്ട് സുമാറായില്ലെന്ന് തോന്നുന്നു. പൊന്നൻ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ വാർത്ത കാണണം, ലോക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് പൊന്നന് വല്ലാത്ത നിർബന്ധമാണ്. ഇന്ന് പിന്നെ വിജയണ്ണന്റെ സത്യപ്രതിജ്ഞാ ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ ന്യൂസ് ഇട്ട് അമ്മ കുറ്റിയടിച്ച് നിൽപ്പുണ്ട്. വിജയണ്ണൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉയരാണ്. എന്നാ അമ്മയുടെ OCD അതുക്ക് മേലെ. എണീറ്റ് ഫ്രഷ് ആയ ഉടനെ അമ്മ ചൂലും കൊണ്ട് ഇറങ്ങും. തൂക്കാനും തുടയ്ക്കാനും ഇത്രയും ത്വരയുള്ള ഒരു വ്യക്തിയെ ഞാൻ വേറെ എന്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ല. ഒരു ദിവസം തൂക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മയ്ക്ക് മൂഡ് സിങ്സ് ഉണ്ടാകും. സൈക്കോസിസിൽ തുടങ്ങി ന്യൂറോസിസ് വരെ അമ്മ പോയി നിൽക്കും. എനിക്കിന്ന് ഓഫ് ആയതുകൊണ്ട് തന്നെ അടുക്കള വരണം ഞാൻ ഏറ്റെടുത്തു. അമ്മ തൂക്കട്ടെ, മനസ്സ് ത്രസിക്കും വരെ തൂക്കട്ടെ. മുട്ട കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് മുട്ടക്കറിയായിരിക്കും. ഈ മുട്ട പുഴുങ്ങൽ എന്നും രാവിലെയും വൈകിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ. മുട്ട ഒരു വലിയ പ്രോട്ടീൻ സോഴ്സ് ആണല്ലോ. എനിക്ക് ദിമോനും മിണുങ്ങാനുള്ളതാണ് കേട്ടാ ഇത്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. അപ്പത്തിന് എന്ത് ചേച്ചി കറി എന്ന് ചോദിച്ചാൽ, എന്നാ പിന്നെ അപ്പത്തിന് ഇന്ന് കറി ഉരുളക്കിഴങ്ങാക്കിയാലോ? കുറച്ച് നാളായി ഞങ്ങൾ ഇവിടെ പൊന്നൻ ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കാറ്. പൊന്നൻ പുളിശ്ശേരി, പൊന്നൻ ദാലുകറി, പൊന്നൻ ചമ്മന്തി, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അങ്ങനെ തേങ്ങയര ചേരി കുറച്ച് വെച്ചോണ്ടിരുന്നതാണ് ഈ പൊന്നന്റെ കറികളെല്ലാം. ഇന്നാണെങ്കിൽ നമ്മൾ ചൊവല ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൂപ്പ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓട്സ് കുടിക്കണം, ഇല്ലേ വിറയ്ക്കും, ഷുഗറിന്റെ അസ്ഥിതയുണ്ടേ. ഇവിടെ പിന്നെ ആരെന്ത് വായിൽ വെക്കുന്ന കണ്ടാലും പൊന്നൻ അപ്പ തന്നെ വേണം. അവക്ക് കൊടുക്കാതെ പച്ചവെള്ളം ഇവിടെ ആർക്കും കുടിക്കാൻ പറ്റത്തില്ല. അഥവാ കുടിച്ചാ പൊന്നൻ ഉഗ്രകോപിയാകും. ആയതിനാൽ അച്ചാമ്മയുടെ ഓട്സ് ഷെയർ ചെയ്യപ്പെടുന്നു. അമ്മയുടെ ഒറ്റ ചെവിയും ചട്ടി 30 വർഷം പഴക്കമുണ്ട്. ഇവിടത്തെ മോള്, അതായത് നാത്തൂൻ ദേവികയുടെ പ്രായമാണ്. ഇമോഷണൽ ആയതുകൊണ്ട് പുള്ളിക്കാരി ഇത് കളയാതെ വച്ചിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഒരെണ്ണം മേടിച്ചു. ഇത് അമ്മ വെച്ചോട്ടെ, ഇത് ഞാൻ വയ്ക്കാം. അങ്ങനെ പൊട്ടറ്റോ കറിക്ക് മാറ്റുരയ്ക്കാൻ പോവുകയാണ് ഞാൻ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പുഷ്പമ്മ പൊങ്കാല പായസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പൊന്നന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൊങ്കാല പായസം. എനിക്ക് പോവാൻ സ്ഥലമില്ല, തള്ളിയിടുവോ? പിണങ്ങി പോവാന്നോ? പൊന്നന്റെ ബ്രേക്ക്ഫാസ്റ്റ് പായസം ആയതുകൊണ്ട് തന്നെ ഇന്ന് പൊന്നൻ ചമ്മന്തിക്ക് വിടാം. അതുപോലെ പൊന്നൻ പൊട്ടറ്റോ കറിയും അല്ല ഇന്ന്. അപ്പൊ അപ്പങ്ങളെമ്പാടും അമ്മായി ഒറ്റയ്ക്ക് തന്നെ ചുട്ടടിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെക്കാൻ പഠിച്ചത് പൊട്ടറ്റോ കറിയായിരുന്നു. ആ പൊട്ടറ്റോ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. 10-25 വർഷം പഴക്കമുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ അടുപ്പ് കത്തിച്ച് പാൻ വെക്കാം, എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയിട്ട് സ്വർണ്ണ കളർ ആകുന്നത് വരെ കിണ്ടണം. എന്നിട്ട് ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളകിട്ട് കിണ്ടണം. എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ വേവിച്ചെടുക്കാം. പക്ഷെ അന്ന് കുക്കർ ഇല്ലായിരുന്നല്ലോ. പിന്നെ കിണ്ടുമ്പോ ഉപ്പിടാൻ മറക്കരുത്. സംഭവം ഒന്ന് വാടി വരുന്നവരെ കിണ്ടിക്കൊണ്ടേയിരിക്കണം. ഇത് വേവിക്കാൻ വേണ്ടി വെള്ളമല്ല ഒഴിക്കേണ്ടത്, തേങ്ങയുടെ 2ാം പാലാണ് ഒഴിക്കേണ്ടത്. പാലിൽ കിടന്ന് ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിയിടൽ ചടങ്ങാകും. പിന്നെ മഞ്ഞപ്പൊടി വരും, കുരുമുളക് പൊടി വരും, ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും വരും. പിന്നെ പൊടികൾ വേവുന്നത് വരെ കിണ്ടലോട് കിണ്ടൽ മഹോത്സവമാണ്. അപ്പോഴത്തേന് പൊട്ടറ്റോ പറയും, ഇനി എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാന്ന്. ആ തക്കം നോക്കി തേങ്ങയുടെ 1ാം പാലം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതുങ്ങൾക്ക് തേങ്ങാപ്പാൽ കിടന്ന് അറമാദിക്കാനുള്ള സനാമാനം നമ്മൾ കൊടുക്കണം. ഇവിടുത്തെ ആസ്ഥാന ടെസ്റ്റർ അമ്മയാണ്. കാരണം എന്നെ കൂടാതെ ഇവിടെ ഉള്ളവർക്കെല്ലാം ഉപ്പ് ഇന്നിപ്പൂലം മതി. 3 പേർക്കും പ്രശംസാസ്കിതയുണ്ട്. അങ്ങനെ കറി കുളുകളാ തിളച്ചു തുടങ്ങും. മല്ലിയില ഇല്ലാത്ത പക്ഷം കരിയപ്പലയിട്ട് ആഘോഷിക്കും. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ കൂട്ടാൻ സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായ സ്ഥിതിക്ക് കഴിക്കൂലെന്ന് വെച്ചാൽ ഇല്ല, വിശപ്പായിട്ടില്ല. അപ്പൊ ചേച്ചി പറഞ്ഞതോ രാവിലെ വിശക്കണമെന്ന്. ആ വിശപ്പ് ചത്ത്, ഇനി അടുത്ത വിശപ്പ് വരണം. എന്നാ പിന്നെ അടുത്ത ക്ലീനിങ് സെഗ്മെന്റിലേക്ക് കടക്കാന്ന് കരുതി. തൂത്ത് കഴിഞ്ഞപ്പോ വിജയണ്ണ എത്തി ഗൈസ്. പക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് ടൈം ആയിട്ടില്ല. എന്നാ പിന്നെ പൊന്നന് ഫുഡ് കൊടുത്ത് സൈഡാക്കാന്ന് അമ്മ കരുതി. ഇവിടങ്ങളിൽ ആര് പൊങ്കാല പായസം ഉണ്ടാക്കിയാലും പൊന്നന് കൊണ്ട് കൊടുക്കുന്നത് രാജ്യ നിയമമായി മാറിയിട്ടുണ്ട്. പൊന്നന്റെ വക വിജയണ്ണന് നിങ്ങൾക്കൊരു ഹായ് ഇരിക്കട്ടെ കേട്ടാ. പായസം തിന്നുന്നതിന്റെ ഉന്മാദത്തിലാണ് ആ ഹായ് വന്നത്. അല്ലാത്ത പക്ഷം ഇതൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. പൊന്നനെ സൈഡാക്കിയതിനു ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ ചിന്താമഗ്നരായി. തലേന്നത്തെ പൊറോട്ട ഇരിപ്പുണ്ട്. ആർക്കൊക്കെ വേണം? എനിക്ക് പൊറോട്ട ഇഷ്ടമേ അല്ല. വന്ന് അപ്പത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു. എങ്കിലും പൊറോട്ട തിന്നുന്നതിലും നല്ലത് അപ്പം തിന്നുന്നതാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് ദീപുമോനും അമ്മയ്ക്കും പൊറോട്ട, എനിക്ക് അപ്പം. ഇപ്പൊ പലരും ചാച്ചനെ ഓർത്ത് കാണും. ഗൈസ്, ചാച്ചന് നന്നേ പ്രായമുണ്ട്. മാത്രമല്ല 10 വർഷങ്ങൾക്ക് മുമ്പേ സ്ട്രോക്കും അറ്റാക്കും വന്നതാണ്. അതിന്റേതായ ബുദ്ധിമുട്ടുകൾ കാരണം ആള് എണീക്കുന്നത് താമസിച്ചാണ്, കഴിക്കുന്നത് താമസിച്ചാണ്. അമ്മയുടെ അത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് ചാച്ചനെ വീഡിയോകളിൽ കാണാനില്ലാത്തത്. അങ്ങനെ അപ്പമായി, പൊറോട്ടയായി, ഉരുളക്കിഴങ്ങ് കറിയായി, കൂട്ടിന് മുട്ട പുഴുങ്ങിയത് കൊണ്ട് കേട്ടാ. ഇനിയിപ്പം മടിച്ചു നിൽക്കാതെ വട്ടമേശ സമ്മേളനം അങ്ങ് തുടങ്ങാന്ന് ഞങ്ങളും കരുതി. ഇത് കഴിഞ്ഞിട്ട് വേണം വിജയണ്ണന്റെ പ്രതിജ്ഞ കാണാൻ പോകാൻ. അപ്പൊ നെഞ്ചുക്കുൾ കുടിയിരിക്കും വിജയണ്ണൻ ഫാൻസ് എല്ലാം കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ 4 പേരെ എതിർപ്പില്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അതായത് ഒരു സെലിബ്രിറ്റി വിജയണ്ണനാണ്. അങ്ങനെ വട്ടമേശയിൽ വട്ടമിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ സത്യപ്രതിജ്ഞ കാണാൻ പോവുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സജഷൻസ് കമന്റ് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ തന്നെ. ദിസ് ഈസ് ഹെർമ്യൂസ് ആര്യ. ബൈ ബൈ.